ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് +1 ലാസ്റ്റ് ടോപ്പിക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ ഒരു 5 ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിക്കേണ്ടതുണ്ട്. ജനറൽ സൊല്യൂഷനിൽ ഒരു 5 ഇക്വേഷനുകൾ കാണാൻ പഠിക്കേണ്ടതുണ്ട്. അതാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇക്വേഷൻ ഇതാണ്. നമ്മൾ സോൾവ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോൾവ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇക്വേഷൻ ഇതാണ്. sin x = 0 വരികയാണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് n π ആയിരിക്കും. ഓക്കെ, sin x = 0 വരികയാണെങ്കിൽ അതർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയുന്നത് sin 2x n 2x 0 എന്ന് പറയുന്നതാണ്. ലാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് sin 2x 0 ആണ്. അങ്ങനെയാണെങ്കിൽ sin x എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഫോമിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? 2x എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന 2x ആണ്. 2x എന്ന് എഴുതുക, n π എന്ന് എഴുതുക. x എന്തെന്ന് കിട്ടും? n π/2 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില പറയുന്നത് n π/2 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ എഴുതുന്ന രീതിയാണ് ഇതിൽ പഠിക്കാവുന്നത്. അപ്പോൾ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി ചെയ്യുന്നതെല്ലാം നിങ്ങൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ മോഡലാണ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് കവർ ചെയ്ത 3 സെഷൻ വരുന്ന രീതിയിലാണ് ഇതിലെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ sin x 0 വരികയാണെങ്കിൽ എന്താണ്? x എന്ന് പറയുന്നത് n π ആണ്. ദെൻ cos x 0 വരികയാണെങ്കിൽ x എന്ന് പറയുന്നത് 2n + 1 × π/2 ആണ്. 2n + 1 × π/2 ആണ്. ദെൻ അടുത്തത് sin x sin y വരികയാണെങ്കിൽ sin x sin y വരികയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് x n π + -1/n × y. ഓക്കെ, y എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമിലുള്ള ആംഗിൾ ആയിരിക്കും. y കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇക്വേഷൻ പഠിക്കുക. n π + -1/n × y. എന്നിനല്ല y ഭാഗം, ഈ ടേമിന് ഫുള്ളായിട്ടാണ് y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ ഫോമുല എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ദെൻ അടുത്തതെന്ന് പറയുന്നത് cos x cos y ആകുമ്പോഴത്തേക്കും x 2n π ± π. ഈ ഫോമുല എഴുതുക. ഓക്കെ, ദെൻ അടുത്തത് tan x tan y ആകുമ്പോഴത്തേക്കും x n π + y ആണ്. n π + y ആണ്. ഓക്കെ, ഈ 5 ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. ഒന്നും കൂടി ഇക്വേഷൻ പറയാം. എന്താണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് sin x 0 വരുമ്പോഴത്തേക്കും x n π ആയിരിക്കും. ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തെന്ന് പറയും? ട്രിഗണോമെട്രിക് ഇക്വേഷൻ. എന്താണ്? sin x 0 വരുമ്പോഴത്തേക്കും എന്താണ്? x n π ആണ്. cos x 0 വരുമ്പോഴത്തേക്കും x 2n + 1 × π/2 ആണ്. sin x sin y വരുമ്പോഴത്തേക്കും x n π × -1/n × y ആണ്. then cos x cos y വരുമ്പോഴത്തേക്കും 2n π ± y ആണ്. then അതിന് നേരെ തിരിഞ്ഞാൽ 2നെ ഒഴിവാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് tan x tan y വരുമ്പോഴത്തേക്കും എന്താണ്? n π + y ആണ്. ± ഇല്ല, +y മാത്രമാണ്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോഴേ മനസ്സിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻ പോലെയൊന്നുമല്ല. അപ്പോൾ അടുത്തത് ഇതിൻ്റെ ടോപ്പിക്കായിട്ട് വരുന്നത് പ്രിൻസിപ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് കാണുന്നതുമാണ്. പ്രിൻസിപ്പിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയും. പ്രിൻസിപ്പിൾ വാല്യൂ. ഫൈൻഡ് ദ പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയും. എന്താണ് പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറയുന്നത്? x lies between x lies between 0 and 2π and 0 and 2π.
എക്സ് ലൈസ് ബിറ്റ്വീൻ 0 and 2π. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π ആയിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആയിരിക്കും ആംഗിൾ ആയിട്ട് ലഭിക്കുന്നത്. ആംഗിൾ ആയിട്ട് ലഭിക്കുന്നത് ഇതായിരിക്കും. ഈ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് കിട്ടും. രണ്ട് വാല്യൂസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. രണ്ട് വാല്യൂസ് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ ഇടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തിനാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആയിട്ടുള്ള ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2π. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ലെസ് ദാൻ കിട്ടും. കാര്യം എന്താണ്, ഇത് രണ്ടും ഒരേ പൊസിഷനിൽ വരുന്നതുകൊണ്ടാണ് ഒന്ന് മാത്രം ഇൻക്ലൂഡ് ചെയ്തത് എക്സ് ആയിട്ട്. വേണമെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഇട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇടാം. രണ്ടായാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ പറയാം. ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്തു തുടങ്ങാം. Find the principal solution of the equation sin x is equal to root 3/2. ഇതാണ് ക്വസ്റ്റ്യൻ. sin x is equal to root 3/2. Okay. Find the principal solution of the equation sin x is equal to root 3/2. Okay. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ sin x root 3/2 വരുന്നത് ഏത് ആംഗിളിലാണ്? sin x root 3/2 വരുന്നത് ഏത് ആംഗിളിലാണ്? അപ്പോൾ നമുക്കറിയാം sin x എന്ന് പറയുന്നത് root 3/2 വരുന്നതെന്ന് പറയുന്നത് ഏത് ആംഗിളിലാണ്? 3/2 വരുന്നത് π/3ക്കാണ്. sin 60 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് root 3/2 എന്ന് പറയുന്നത്. അതായത് ആൻസർ എന്ന് പറയുന്നത് sin π/3 that is equal to root 3/2. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, നമുക്ക് രണ്ട് വാല്യൂസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വാല്യൂസ് കണ്ടുപിടിക്കണം. സൈൻ പോസിറ്റീവ് ആവുന്നത് ഏതൊക്കെ ക്വാഡ്രന്റിലാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലും പോസിറ്റീവാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലും പോസിറ്റീവാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും വരുന്ന ആംഗിൾ എഴുതണം. സെക്കൻഡ് ക്വാഡ്രന്റിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈ ആംഗിൾ ഉപയോഗിച്ച് സെക്കൻഡ് ക്വാഡ്രന്റിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? നമുക്ക് പൈയിൽ നിന്ന് മൈനസ് ചെയ്യുന്ന രീതിയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആകും. നമുക്ക് ഈ പൊസിഷനിൽ നിന്ന് മൈനസ് ചെയ്യുന്ന രീതി എഴുതാൻ കഴിയത്തില്ല. കാര്യം എന്താണ്? നമുക്കറിയാം, ഈ പൊസിഷനിൽ നിന്ന് മൈനസ് ചെയ്യുകയോ പ്ലസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താകും? ചേഞ്ച് ആകും. ഇപ്പോൾ സൈൻ എന്ന് പറയുന്നത് കോസ് ആയിട്ട് മാറും, കോസ് ആണെങ്കിൽ സൈൻ ആയിട്ട് മാറും. അത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷൻ അല്ലെങ്കിൽ ഈ പൊസിഷനിൽ നിന്ന് മൈനസോ പ്ലസോ ചെയ്യാം. ഓക്കെ, ഈ പൊസിഷനിൽ നിന്ന് മൈനസോ പ്ലസോ ചെയ്യാം. ഈ പൊസിഷനിൽ നിന്ന് പ്ലസ് ചെയ്യാം. 2πയിൽ നിന്ന് പ്ലസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? 2πയിൽ നിന്ന് പ്ലസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഏത് ക്വാഡ്രന്റാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ഒക്കെ തന്നെ. പക്ഷേ 2πയെക്കാളും വലിയ ആംഗിൾ വരാൻ പാടില്ല. പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത് 2π വരെ വരാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി π മൈനസ് എന്ത് ചെയ്യുക? π/3 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π മൈനസ് π/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. അതായത് പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2π/3യും അതുപോലെ π/3യുമാണ്. 2π/3യും π/3യുമാണ്. 2π/3 ആൻഡ് π/3. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2π/3യും π/3യുമാണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ വേറെ ഒരു ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് നോക്കാൻ കുറച്ചും കൂടെ എളുപ്പമായി. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഇതാണ് cosec x is equal to -2. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയാം cosec 2 ആവുന്നത് ഏത് വരയ്ക്കാണെന്ന് നമുക്കറിയാം. cosec x is equal to 2 ആവുന്നത് കണ്ടുപിടിക്കുക. cosec x 2 ആവുന്നത് x is equal to എന്താകുമ്പോഴാണ്? x is equal to π/6 ആകുമ്പോഴാണ് cosec 2 ആവുന്നത്. ഓക്കെ, π/6 ആകുമ്പോഴാണ്. അപ്പോൾ കൊസീക്കിന്റെ വാല്യൂ
നെഗറ്റീവാണ് നമുക്ക് വേണ്ടത്, നെഗറ്റീവാണ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെ ക്വാഡ്രന്റിൽ കൊസീക്ക് നെഗറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കുക. തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും കൊസീക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആയിട്ട് മാറ്റി എഴുതാൻ വേണ്ടി ഇവിടെ പൈ ഉണ്ട്, പൈയിൽ നിന്ന് പ്ലസ് ചെയ്യുക. ഫോർത്ത് ക്വാഡ്രന്റിൽ മാറ്റി എഴുതാൻ വേണ്ടി ഇവിടെ 2π ഉണ്ട്, 2πയിൽ നിന്ന് എന്ത് ചെയ്ത് എഴുതുക, മൈനസ് ചെയ്ത് എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക, തേർഡ് ക്വാഡ്രന്റ് ആക്കാൻ വേണ്ടി പൈ പ്ലസ് എന്ത് ചെയ്യുക, π/6 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6π പ്ലസ് പൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7π/6. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 7π/6, രണ്ടാമത്തെ പറയുന്നത് 2π മൈനസ് π/6. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 12π മൈനസ് π/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 11π/6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പഠിച്ചു തീർന്നിട്ടുണ്ട്. ഇത്രയും വരെയാണ് ഉള്ളത്. ഇതിൽ ഈ പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നല്ലതുപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്കും ഒരു സഹായമായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.